നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലക്സംബർഗിൽ ഇപ്പോൾ നിലവിലുള്ള ടോപ്പ് 10 ജോലികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന രാജ്യമാണ് ലക്സംബർഗ്. അതുപോലെ തന്നെ ടാക്സ് റേറ്റ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവുള്ള രാജ്യവുമാണ് ഇത്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നോർമൽ ജോലികൾക്ക് ഹൈ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല, നോ ഏജ് ലിമിറ്റ്, കൂടാതെ മറ്റ് ലാംഗ്വേജ് ടെസ്റ്റുകളുടെ ആവശ്യവും ഇല്ല. ഇനി ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം നോക്കുകയാണെങ്കിൽ ഹൈ ഡിമാൻഡ് ജോലികൾക്ക് 7 ഡേയ്സും അതുപോലെ തന്നെ നോർമൽ ജോലികൾക്ക് മാക്സിമം 15 ഡേയ്സുമാണ് വിസ ലഭിക്കുന്നതിനുള്ള സമയം. അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ലാംഗ്വേജുകൾ ബേസിക് ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ലക്സംബർഗിഷ് എന്നിവയൊക്കെയാണ്. മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഇംഗ്ലീഷ് മീഡിയം ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാലും മതി. ലക്സംബർഗ് യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. അതുപോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഹബ്ബും ലക്സംബർഗാണ്. മാത്രമല്ല ലോകത്തിലെ രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഹബ്ബും ലക്സംബർഗ് തന്നെയാണ്. ലക്സംബർഗിലെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 54,500 യൂറോ ആണ്. അതായത് പെർ മന്ത് 4,550 യൂറോ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ടാക്സ് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവായതുകൊണ്ട് നമുക്ക് നല്ലൊരു തുക സേവിംഗ് ആയും കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലക്സംബർഗിൽ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള ടോപ്പ് 10 ജോബുകൾ അത് എന്തൊക്കെയാണ്, അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ അതിന് ലഭിക്കുന്ന ആവറേജ് സാലറി എന്താണ്, റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ആൻഡ് വെബ്സൈറ്റ് പ്രൊവൈഡ് ഫ്രീ ജോബ്സ്, കൂടാതെ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ചില ഒഴിവുകളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അതിൽ പ്രധാനം ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആൻഡ് ബാങ്കിംഗ്, ക്രെഡിറ്റ് റിസ്ക് അനലിസ്റ്റ്. ഈ ജോലിക്ക് കിട്ടുന്ന സാലറി 62,000 യൂറോ ആണ് പെർ ഇയറായി ലഭിക്കുന്നത്. അതായത് 5,200 യൂറോ പെർ മന്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. മെയിൻ ജോബ് റോൾസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ബിസിനസ് ക്രെഡിറ്റും അതുപോലെ ഇൻഡിവിജ്വൽ ക്രെഡിറ്റും അനലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്സസ് ദ റിസ്ക് ഓഫ് ഡിഫോൾട്ട് ഫോർ എ പോർട്ട്ഫോളിയോ ഓഫ് ലോൺസ്. അടുത്തത് ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 70,000 യൂറോ ആണ് പെർ ഇയറായി നമുക്ക് കിട്ടുന്നത്. അതായത് 5,000 യൂറോ പെർ മന്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസിൻ്റെയും കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത് ഫിനാൻഷ്യൽ മാർക്കറ്റ് സെക്ഷനിലെ ഫ്രണ്ട് ഓഫീസ്, ബാക്ക് ഓഫീസ്, മിഡിൽ മാനേജ്മെൻറ്റ് എന്ന ജോബാണ്. ഇതിൻ്റെ സാലറി പ്രതിവർഷം 60,000 യൂറോ ആണ്. അതായത് 5,000 യൂറോ മാസം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് റവന്യൂ ജനറേഷൻ, റിസ്ക് മാനേജ്മെൻറ്റ്, കംപ്ലൈൻറ്റ്, ജനറൽ അക്കൗണ്ടിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ്. അടുത്തത് പേയ്മെൻറ്റ് എഞ്ചിനീയറിംഗ്. ഇതിൻ്റെ സാലറി 52,000 യൂറോ ആണ് പ്രതിവർഷം കിട്ടുന്നത്. അതായത് 4,300 യൂറോ മാസം കിട്ടുന്നതായിരിക്കും. മെയിൻ റോൾസ് എന്ന് പറയുന്നത് ഡിസൈൻ, ഇവാലുവേറ്റ് ആൻഡ് ആസ്ഫാൾട്ട്, കോൺക്രീറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. അടുത്തത് റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ സാലറി 64,000 യൂറോ ആണ് പ്രതിവർഷം കിട്ടുന്നത്. അതായത് 5,300 യൂറോ പെർ മന്ത് നമുക്ക് കിട്ടും. ഇതിൻ്റെ മെയിൻ റോൾസ് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡ്യൂട്ടീസ് ദാറ്റ് ഇൻവോൾവ് ദ ക്രിയേഷൻ ഓഫ് ന്യൂ ടെക്നോളജി ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഓൺസ്. അടുത്തത് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 1,01,665 യൂറോ പെർ ഇയറായി കിട്ടും. അതായത് 8,500 യൂറോ മാസം സാലറി കിട്ടുന്നതായിരിക്കും. ഇത് ഏകദേശമാണ്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് പ്ലാനിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് ടു എൻഷ്യൂർ ക്വാളിറ്റി, എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി.
മറ്റൊരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സ് ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ്. ഇതിൻ്റെ ആവറേജ് സാലറി പ്രതിവർഷം 52,000 യൂറോ ആണ്. അതായത് 4,300 യൂറോ പെർ മന്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്: ഇൻസ്റ്റാളിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മിഷനറീസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അടുത്തത് കെയർ ഗിവർ അസിസ്റ്റൻസ്. ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 41,000 യൂറോ ആണ് പ്രതിവർഷം നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഏകദേശം 3,400 യൂറോ മാസം കിട്ടുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഈ ജോലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം. പ്രൊവൈഡിങ് ഹാൻഡ്സ് ഓൺ കെയർ, സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് വിത്ത് ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ്, ഡിസേബിൾസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. മറ്റൊരു ജോലി എന്ന് പറയുന്നത് നേഴ്സസിൻ്റെയാണ്. നേഴ്സസിന് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല സാലറിയാണ് ലക്സംബർഗിൽ കൊടുക്കുന്നത്. അത് ഏകദേശം 92,000 യൂറോ പെർ ഇയറായി കൊടുക്കുന്നുമുണ്ട്. പെർ മന്ത് നോക്കുകയാണെങ്കിൽ 7,600 യൂറോ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ അറിവിൽ മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സാലറിയാണ് നേഴ്സസിന് ലക്സംബർഗിൽ കിട്ടുന്നത്. നേഴ്സസിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അസസ്, കെയർ ആൻഡ് അസിസ്റ്റ് പേഷ്യൻസ് ഇൻ വേരിയസ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്, വർക്കിംഗ് ടു പ്രൊമോട്ട് ദെയർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. അടുത്തത് സൈക്കോളജിസ്റ്റ് ആണ്. ഇവരുടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 93,600 യൂറോ ആണ് പെർ ഇയറായി കിട്ടുന്നത്. അത് ഏകദേശം 7,800 യൂറോ പെർ മന്തായി കിട്ടും. ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അസസ്, ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് മെൻ്റൽ, ഇമോഷണൽ ആൻഡ് ബിഹേവിയർ ഡിസോർഡേഴ്സ്, പ്രൊവൈഡ് തെറാപ്പി ആൻഡ് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ടു ഹെൽപ്പ് പീപ്പിൾ ഇംപ്രൂവ് ദെയർ വെൽബീയിങ്. ഈ ടോപ്പ് 10 ജോലികൾ കൂടാതെ കൺസൾട്ടൻസ്, അക്കൗണ്ടൻസ്, ടീച്ചേഴ്സ്, സോഷ്യൽ വർക്കർ എന്നിവർക്കും ധാരാളം സാധ്യത നിലവിലുണ്ട്. ഇതുകൂടാതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ആയിട്ടുള്ളത് IT സെക്ടറിലും ബാങ്കിങ് സെക്ടറിലുമാണ്. കൂടാതെ നിങ്ങൾ പബ്ലിക് സെക്ടറിലാണ് ജോലി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലക്സംബർഗിലെ 3 ഒഫീഷ്യൽ ലാംഗ്വേജുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഫ്രഞ്ച്, ജർമ്മൻ, ലക്സംബർഗിഷ് എന്നിവയാണ്. ഇത് ഇംഗ്ലീഷ് കൂടാതെയാണ്. അടുത്തത് ടോപ്പ് 10 റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 10 റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 എടുത്തു പറഞ്ഞാൽ ഹെയ്സ്, മൈക്കിൾ പേജ് ആൻഡ് മാൻ പവർ എന്നിവയാണ്. അടുത്തത് ടോപ്പ് 10 വെബ്സൈറ്റ് ആണ് സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്നത്. ഈ വെബ്സൈറ്റുകളിൽ കയറി അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഒരേ CV-യും ഒരേ കവർ ലെറ്ററും എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. ATS സോഫ്റ്റ്വെയർ വഴി അത് ഓട്ടോമാറ്റിക്കായി തന്നെ ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ലക്സംബർഗ് ഫോർമാറ്റിൽ നിങ്ങളുടെ CV-യും കവർ ലെറ്ററും തയ്യാറാക്കുക. എന്നിട്ട് സന്തോഷത്തോടെ ധൈര്യത്തോടെ ജോലിക്ക് അപ്ലൈ ചെയ്യുക. അടുത്തത് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വിസയ്ക്ക് വേണ്ടത് എന്ന് നോക്കാം. ലക്സംബർഗ് ഫോർമാറ്റ് CV ആൻഡ് കവർ ലെറ്റർ. പാസ്പോർട്ട്, അത് മിനിമം 6 മാസമെങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഫോർ വിസ, എഡ്യൂക്കേഷൻ ആൻഡ് അതർ ക്വാളിഫിക്കേഷൻ, ലക്സംബർഗ് ജോബ് ഓഫർ ഓർ കോൺട്രാക്ട്സ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ആൻഡ് അക്കോമഡേഷൻ പ്രൂഫ്, വിസ ഫീസ് റെസിപ്റ്റ് 80 യൂറോ, മെഡിക്കൽ ആൻഡ് ട്രാവൽ ഇൻഷുറൻസ്, PCC, VFS അപ്പോയിൻമെൻറ്റ് ഡോക്യുമെൻറ്റ്. ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ വിസയ്ക്ക് വേണ്ടി VFS സെൻറ്ററിൽ കൊടുക്കേണ്ടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.